പേടിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ കോട്ടയത്തുണ്ടായ ആ ഒരു കുട്ടികളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഒരു ശത്രുത ഉണ്ടായിട്ട് മനുഷ്യൻ വേറൊരാളെ ഉപദ്രവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, മാനസിക രോഗമാണെന്നത്. ഒരു ശത്രുതയില്ലാത്ത ജൂനിയേഴ്സിൻ്റെ നിസ്സഹായരായിട്ടുള്ള പിള്ളേരുടെ മേത്ത് ബ്ലേഡ് വച്ച് വരയുന്നെങ്കിൽ ആ ലഹരി ഏത് ലഹരിയാണെന്നുള്ളത്, എവിടെയാണ് മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്? മാത്രമല്ല ഷിബു, നമ്മളെ ഞെട്ടിയിരുന്നറിയോ, ആഷിഖ് എന്ന് പറയുന്ന ഒരാൾ താമരശ്ശേരിയിൽ ഉമ്മയെ വെട്ടിയിട്ട്, നമ്മളെപ്പോഴും പറയാണ് എന്നെ ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് തള്ളയെ എന്നാണ് പറഞ്ഞത്. വെട്ടിക്കൊല്ലുമ്പോൾ പറയുന്നതാണ് ആ അമ്മ എത്ര അവരുടെ ജീവിതം മുഴുവൻ ഇയാൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ എന്താ എല്ലാ സൈഡിലും സോഷ്യലി അവയർനെസ് ഉണ്ടാക്കണം. ഗവൺമെൻറ് അതിനേക്കാൾ കൂടുതൽ കെയർഫുള്ളായിരിക്കണം. കാരണം മറ്റ് എന്താ മദ്യതൊന്നും പോലെയൊന്നും അല്ല ഇത്. കാരണം മനുഷ്യനെ ഭ്രാന്തനാക്കുകയും ബന്ധങ്ങൾക്ക് പോലും യാതൊരു വിലയില്ലാതെ അമ്മയെ മനസ്സിലാക്കാത്ത, പെങ്ങളെ മനസ്സിലാക്കാത്ത ഒരു സൊസൈറ്റി ആയിട്ട് എന്തർത്ഥം എന്നുള്ളതാണ് അല്ലേ? പിന്നെ ഈ ജീവിതത്തിലൊക്കെ എന്തർത്ഥം എന്നുള്ളതാണ് ചോദ്യം.